സൂപ്പർ ചാള ഓ സൂപ്പർ അയല എല്ലാ മീനും ഫ്രഷാണേ ഓ ഓ ചിക്കൂസ് ചിക്കൂസ് ഫിഷ് ഫ്രഷാണേ ചിക്കൂസ് ഫിഷ് സൂപ്പർ ചാള സൂപ്പർ അയല സൂപ്പർ നെത്തോലി. എക്സ്ക്യൂസ് മീ, എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി വന്നിരുന്ന് ഇപ്പം എൻ്റെ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് പുള്ളി അറിയാം, പുള്ളിക്ക് എന്നെ അറിഞ്ഞൂടാ എന്നുള്ളത് ഓക്കെ. പക്ഷെ നിങ്ങളെ എനിക്കറിയാം, ബിനു പൗലോസ്. സുഹൃത്തെ, പൗലോസ് അല്ല, പോലീസ്, ബിനു പോലീസ്, കേരള പോലീസ്. ബിനു കേരള പോലീസ്, പോലീസ് ബിനു. എനിക്കറിയാം. ഒരുമാതിരി എലിയെത്തണം. എലിച്ചത്ത അത് ഉച്ചയ്ക്ക് വീട്ടിൽ കൊണ്ട് കരുവാട് വാങ്ങിച്ചു വെച്ചിരുന്നു. മെറ്റൽട്ടേക്ക് കരുവാടും ഈ ചക്കക്കുരുവും കൂടെ ഇട്ട് കറി വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ മാക്കണം തിന്നുമെന്ന്. ഈ പഴങ്കഞ്ഞിയിൽ കരുവാട് കൂട്ടി കഴിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നോ, അതൊക്കെ കഴിച്ചില്ലെങ്കിൽ മനുഷ്യനാ. ഞാൻ കഞ്ഞിയുടെ കാര്യം പറയാനല്ല വന്നത് ഇവിടെ, അല്ലേ? മനസ്സിലായില്ലേ? എന്ത് മിസ്റ്റർ ബിനുവിന് എന്ത് ആവശ്യമാണ്? മിസ്റ്റർ ബിനുവാ? മിസ്റ്റർ ബിനുവാ, ബഹുമാനം വേണം കേട്ടാ. മടയാണല്ലോ. എന്ത് കമ്മീഷണറിനെ അറിയാമോ? ആരെ? ഇപ്പോഴത്തെ കമ്മീഷണറിനെ അറിയാം. അറിയാം. എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയുടെ നമ്പർ ഒന്ന് തരണേ. പരിചയപ്പെട്ടില്ല. നമ്പർ ഒന്ന് പറയൂ. നമ്പർ നിനക്ക് തരേണ്ട കാര്യം എന്തിനാണ്? എന്റെ ഇല്ല നമ്പർ ഇല്ലേ? ഇല്ല. ഓ, നിങ്ങൾ മറ്റേ കോൺസ്റ്റബിൾ അല്ലേ? നിങ്ങളൊക്കെ മറ്റേ SI ആയിരിക്കും റിപ്പോർട്ട് ചെയ്യണത്. പക്ഷെ ഞാൻ കമ്മീഷണർ എന്നും കാണാറുണ്ട്. എവിടെ വെച്ച്? നമ്മൾ പ്രസ് ക്ലബ്ബിൽ. പുള്ളിയുടെ മുമ്പിലാണ് ഞാൻ പോയിരിക്കുന്നത്. മുമ്പിലാ? അവിടെ ആയിരിക്കും ചായയും ബിസ്ക്കറ്റും കൊണ്ടുവയ്ക്കണല്ലേ? ബിരിയാണിയും അവിടെ തന്നെ വയ്ക്കണ. ഇപ്പൊ മിസ്റ്റർ ബിനു പോലീസ് വന്ന കാര്യം പറയൂ. എന്താണ് നിങ്ങളുടെ ആവശ്യം? അതായത് മറ്റേ ഒരു ചെറുക്കം ഉണ്ടല്ലോ, ഒരു തലനിറച്ചൊരു ചെറുക്കൻ. എൻ്റെ മൂത്ത ചെറുക്കൻ സുനുക്കുട്ടൻ. നിന്റെ മോനല്ല ഞാൻ പറയുന്നത്. പിന്നെ നിന്റെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ ഇവിടുത്തെ. സ്റ്റാഫ് 2 പേരുണ്ട്. ഒരു ഇച്ചിച്ചിയുടെ എന്തോ സഹോദരൻ. അത് അങ്ങനെ അവനെ ബഹുമാനം കുറച്ച് അങ്ങനെ പറയരുത്. എൻ്റെ സ്റ്റാഫാണ്. ഇതൊരു അഗ്നി പത്രം എന്ന് പറയുന്നത് മറ്റേ ചവിട്ടുകൂട്ടായി കിടക്കണ പേപ്പറല്ല, മനസ്സിലായോ? ഇവിടുന്ന് അഗ്നി കുണ്ടങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കണം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വന്നിരിക്കുമ്പോൾ കുറച്ച് റെസ്പെക്ട് ഒക്കെ ആവാം. അപ്പൊ ഒരു ലോക ഫ്രോഡാണ്, മനസ്സിലായില്ലേ? അവൻ ലോക ഫ്രോഡൊന്നും അല്ല. മനസ്സിലായ പവികാന്തൻ, അതാണ് അവന്റെ പേര്. ഇവൻ എന്ന് പറയണ്ട, പവികാന്തൻ. ആ കാന്തത്തിനെ കൊണ്ട് ഭയങ്കര തലവേദനയാണ് എനിക്ക്. തലവേദന വരും, തലവേദന വരും. അനീതി ആര് കാണിക്കുന്നോ അവർക്കെതിരെ പവികാന്തനും അഗ്നിപത്രവും എന്നും ഉണ്ടാവും. എന്നും നമ്മൾ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കണ്ണീട്ട് കുത്തല്ലെന്ന് ആവേശം കുടിക്കും. പിന്നെ അനീതി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെന്തോ അറിയാല്ല, എനിക്ക് അറിയാം. നിങ്ങളെ നന്നായിട്ട് അറിയാം എനിക്ക്, മനസ്സിലായില്ലേ? എങ്ങനെ അറിയാം? മറ്റേ മുസ്ലിയാറായിട്ട് വന്നത് ഓർമ്മയുണ്ട? മുസ്ലിയാരായിട്ട് എന്റെ രുക്കുവിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. മുസ്ലിയാര വേഷമൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി പറയും. നിന്റെ കോട്ടിട്ടോണ്ട് ഞാൻ വന്നു. മുസ്ലിയാരൊന്നും ഞാനല്ല. കോട്ടിട്ടോണ്ട് നീ വന്ന് ആ മറ്റേ വേഷം നീ എന്നാ കിട്ടിയത്? എന്റെ ഊശാൻ താടി എന്താ അറിയാം നിനക്ക്? ആ നാടകം ഇനി കളിക്കരുത്. എന്ത് കാര്യം? എന്ത്? എന്റെയും ചാരുവിന്റെ പ്രണയത്തിന്റെ ഇടയിൽ ആ നാടകം നീ കളിക്കരുത്. ലവ് മാറ്റർ. ലവ് മാറ്റർ തന്നെ. എനിക്ക് അവള് ഉയരാണ്. വേറെ ഭാഷ എന്റെ വായിൽ മനസ്സിലായില്ല. ഞാൻ അത് പറയുന്നില്ല.